നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഫുള്ള് ഡൗൺ ആയിപ്പോയി, അതായത് ടോട്ടലി സീറോ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, അതായത് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പഴയ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഇല്ലെങ്കിൽ പോലും നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാരണം പഴയ വാഹനം ഞാൻ ഉദ്ദേശിച്ച കുറച്ച് പഴക്കമുള്ള വാഹനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രേ കുറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയും വിചാരിക്കേണ്ട, ഒരു കാർബറേറ്റർ സീരീസൊക്കെ കൂട്ടാം, കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളൊക്കെ ബാറ്ററി സീറോ ആണെങ്കിൽ തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറയും ഒരു കാരണവശാലും സാധിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്നോട് ചോദിച്ചിരിക്കുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല, ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. കാരണം നമുക്കറിയാത്തൊരു സംശയം അല്ലെങ്കിൽ ബാക്കി ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് പോകണം. കാരണം ഇതുപോലെ എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഒരിക്കലും തമാശയായിട്ടോ കളിയായിട്ടോ ഒന്നും ആയിരിക്കത്തില്ല ഞാൻ പറയുന്നത്, സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കും പറയുന്നത്, ഞാൻ ഉൾപ്പെടെ. കാരണം എനിക്ക് ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾ എനിക്ക് തീരുന്നത് ഇങ്ങനെ ഓരോ സംശയങ്ങൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടാണ് പറയുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് ക്യാപ്രിക്കോൺ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു പേരിലാണുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: വൺ തിങ് യു സെഡ് ഈസ് റോങ്. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തെറ്റാണ്. വൺ തിങ് യു സെഡ് ഈസ് റോങ്. യു ക്യാൻ പുഷ് ദ വെഹിക്കിൾ ആൻഡ് സ്റ്റാർട്ട് ഇറ്റ്. It will start. Battery is used to crank the shaft, which can be also done by manually pushing the car. In older vehicles, there wasn't a battery to start the car. It was done by rotating the shaft by യൂസിങ് എ ലിവർ. സത്യമാണ്, പണ്ടത്തെ കാലത്ത്, അതായത് ഇപ്പോൾ ഒത്തിരി വർഷം പോയി പുറകോട്ടെന്ന് തോന്നുന്നു, കാരണം ലിവർ ഉപയോഗിച്ച് കറക്കുന്ന കാര്യം വരെ പറഞ്ഞിട്ടുണ്ട്. ശരി, പക്ഷേ അത് കഴിഞ്ഞ് വന്ന കാർബറേറ്റർ സീരീസിലാണെങ്കിൽ പോലും നമുക്ക് വാഹനം തള്ളി സ്റ്റാർട്ടാക്കാൻ സാധിക്കും. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഫ്യൂവൽ പമ്പ് ആണെങ്കിൽ മെക്കാനിക്കലാണ് വരുന്നത്, ഇലക്ട്രിക്കൽ കറണ്ട് കൊടുക്കുന്നത്, സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് കൊടുക്കാനുള്ള മെക്കാനിസം പോലും ചെറിയൊരു കറണ്ട് മാത്രം മതിയായിരുന്നു, അത് ഓൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വാഹനങ്ങൾ, അതായത് പുതിയ മോഡൽ വാഹനങ്ങളിൽ ബാറ്ററി സീറോ ആയാൽ, അതായത് ഫുള്ളായിട്ട് ഡ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇഗ്നീഷൻ കീ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്യൂവൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് ലോഡ് ആകണം. അതായത് ആ ഫ്യൂവൽ അത്രയും ലോഡായി വേണം ഫ്രണ്ടിലോട്ട് നമ്മുടെ ഇഞ്ചക്ടേഴ്സിലോട്ട് എത്തിക്കാൻ. ആ ഇഞ്ചക്ടേഴ്സിലോട്ട് ഈ ഫ്യൂവൽ പ്രഷർ കൊടുക്കുന്നത് ടാങ്കിനകത്തുള്ള പമ്പാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കീ ഓൺ ചെയ്ത് മീറ്ററിനകത്ത് ലൈറ്റ് പോലും കാണിക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തള്ളി സ്റ്റാർട്ടാക്കാന്നുള്ള പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ ആകത്തില്ല. 100% അതാകത്തില്ല. ഇഗ്നീഷനിലോട്ട് കറണ്ട് കൊടുക്കണം. കൊടുക്കണമെങ്കിൽ ഇഗ്നീഷൻ 4 ഇഗ്നൈറ്റേഴ്സ് ആണ് വരുന്നത്. ഇഗ്നൈറ്റേഴ്സിലോട്ട്, അല്ലെങ്കിൽ 4 സിലിണ്ടർ ആണെങ്കിൽ 4 എണ്ണം, 3 സിലിണ്ടർ ആണെങ്കിൽ 3 എണ്ണം. ഈ ഇഗ്നൈറ്റേഴ്സിലോട്ടുള്ള കറണ്ട് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമുള്ള സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ സ്പാർക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ബേൺ ചെയ്യിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതെപ്പോഴാണ് ഈ പറയുന്ന പോലെ ബാറ്ററി ഡൗൺ ആയി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് അങ്ങനെ ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ലൈറ്റോ പാർക്ക് ലൈറ്റോ അല്ലെങ്കിൽ ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ ഓൺ ആക്കി ഇട്ട് വെച്ച് നമ്മൾ മറന്നു പോകും ഓഫ് ചെയ്യാൻ വേണ്ടി. മനുഷ്യൻ്റെ കാര്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചിലപ്പോൾ വെളുപ്പാങ്കാലത്ത്, അതായത് ഒരു വെട്ടം വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നല്ല വെട്ടമുള്ളപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ മറന്നു പോകും. സ്വാഭാവികമാണ്, പലരും ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് സംഭവിക്കുന്നത്, അതായത് പിന്നെ നമ്മളിത് ഓഫ് ചെയ്യാതെ ഇറങ്ങിപ്പോയി തിരിച്ച് വാഹനത്തിൻ്റെ അടുത്തോട്ട് വന്ന് പിന്നെ കയറാൻ നോക്കുമ്പോൾ വാഹനം അൺലോക്കും ആകുന്നില്ല, താക്കോലിട്ട് തുറന്ന് കയറി കഴിഞ്ഞ് കീ തിരിച്ച് നോക്കുമ്പോൾ മീറ്ററിലൊന്നും കാണുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആവത്തില്ല. നിങ്ങൾ എത്ര തള്ളി നോക്കിയാലും സ്റ്റാർട്ട് ആകത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അന്നേരം എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു ബാറ്ററി കൊണ്ടുവച്ച്, അതായത് ചാർജ് ഉള്ളൊരു ബാറ്ററി കൊണ്ടുവച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഞാൻ ഈ ഒരു ബാറ്ററി വെച്ചോണ്ട് വേറൊരു ബാറ്ററി ഇതിൻ്റെ പുറത്തോട്ട് കൊണ്ട് വെച്ചോ അല്ലെങ്കിൽ ഒരു ജംപ് സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ട്. കാരണം ഈ ബാറ്ററിക്ക് അത് ഒട്ടും ചാർജ് ഇല്ലായിരിക്കും. നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് കൃത്യം 12 വോൾട്ട് ആയിരിക്കും. അങ്ങനെ ചെറിയ വേരിയേഷൻ വരുന്നതുകൊണ്ട് ചിലപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെ സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടൊരു സെൻട്രൽ ലോക്ക് കംപ്ലയിൻ്റ് ആയ 2-3 കേസസ് ഇങ്ങനെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. ജംപ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഓവർ കറണ്ട് എങ്ങോട്ട് ചെന്ന് ഒരു കംപ്ലയിൻറ്റ് വന്ന 2-3 കേസസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ബാറ്ററി ഊരി വേറൊരു ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്ത്. ജസ്റ്റ് ഒരു റെക്കമെൻഡേഷനാണ്. എപ്പോഴും ഈ കംപ്ലയിൻറ്റ് വരണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാരണവശാലും ബാറ്ററി സീറോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് പാടില്ല, തെറ്റാണ്. ഓക്കെ.